സംസ്ഥാന സർക്കാരിന് തിരിച്ചടി നൽകി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിന് നേരിട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീംകോടതി. സ്ഥിരം VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ഗവർണറോടും കോടതി ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അപേക്ഷിക്കുകയാണെന്നും സുപ്രീംകോടതി പറഞ്ഞു. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. സുപ്രീംകോടതി ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടും ഗവർണറുമായി സർക്കാർ യോജിപ്പിലെത്താത്തതിനാലാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നിവയുടെ VC നിയമനത്തിനു വേണ്ടി സുപ്രീംകോടതി തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനായി 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ഗവർണറോടും കോടതി ആവശ്യപ്പെട്ടു. UGC നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾ ഉൾപ്പെട്ട 5 അംഗ കമ്മിറ്റിയാകും രൂപീകരിക്കുക. പേരുകൾ നാളെ തന്നെ അറിയിക്കണം. സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് ഗവർണർക്ക് നിയമനം നടത്താമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സുപ്രീംകോടതിയുടെ മുൻ നിർദ്ദേശങ്ങളും UGC മാനദണ്ഡമനുസരിച്ചുമാണ് VC നിയമനമെന്നും ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ R വെങ്കിട്ടരാമൻ വ്യക്തമാക്കി. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള അധികാരം സർക്കാരിന് മാത്രമാണെന്ന് മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത വാദിച്ചെങ്കിലും ജസ്റ്റിസ് JB പർദിവാല, R മഹാദേവൻ എന്നിവരുൾപ്പെട്ട 2 അംഗ ബെഞ്ച് സർക്കാർ വാദത്തെ തള്ളുകയായിരുന്നു. ജനം, ഡൽഹി.